അമേരിക്കയിൽ സ്ഥിരതാമസമാക്കി അവിടുത്തെ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് നേടി സുരക്ഷിതരായി കഴിയാമെന്ന് വിചാരിച്ച വിദേശികൾക്ക് ഇപ്പോൾ വലിയൊരു ഭീഷണിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തങ്ങളുടെ കർശനമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇത്തവണ അവരുടെ ലക്ഷ്യം കേവലം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ മാത്രമല്ല, മറിച്ച് നിയമപരമായി അമേരിക്കൻ പൗരത്വം നേടിയെടുത്ത വിദേശികൾ കൂടെയാണ്. പൗരത്വം നേടിയെടുക്കുന്നതിനായി വ്യാജ വിവരങ്ങൾ നൽകിയവരുടെയും കടുത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെയും പൗരത്വം റദ്ദാക്കാനുള്ള വൻപൻ നീക്കത്തിലാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ, അതായത് 2026 ഒക്ടോബറോടെ 250-ലധികം കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കാനുള്ള സിവിൽ കേസുകൾ ഫെഡറൽ കോടതികളിൽ ഫയൽ ചെയ്യാനാണ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നത് എന്നാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം വേഗത്തിലാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ വംശജരായ അമേരിക്കൻ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് യുഎസിലെ വിദേശികൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട്. ഈ പുതിയ നടപടിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് ഈ പുതിയ പൗരത്വ റദ്ദാക്കൽ നടപടി? വ്യാജ വിവരങ്ങൾ നൽകിയോ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ചോ യുഎസ് പൗരത്വം സ്വന്തമാക്കിയ വിദേശികളെ കണ്ടെത്തി അവരുടെ പൗരത്വം റദ്ദാക്കുക എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ലക്ഷ്യം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് യുഎസ് നീതിന്യായ വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ നൽകിയ വിവരമനുസരിച്ച് 2026 ഒക്ടോബറിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഫെഡറൽ കോടതികളിൽ 250-ലധികം പൗരത്വ റദ്ദാക്കൽ കേസുകൾ ഫയൽ ചെയ്യാൻ അധികൃതർ പദ്ധതിയിടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച് ഒന്നിലധികം പ്രസ് റിലീസുകൾ വന്നിട്ടുണ്ട്. യുദ്ധക്കുറ്റങ്ങൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കൽ, ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 12 വിദേശി കുടിയേറ്റക്കാരുടെ അമേരിക്കൻ പൗരത്വം കഴിഞ്ഞ മാസം മാത്രം റദ്ദാക്കിയതായി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നു. ഈ വർഷം 2 മാസത്തിനുള്ളിൽ മാത്രം വിദേശികളായ 29 അമേരിക്കക്കാരുടെ പൗരത്വം റദ്ദാക്കാനുള്ള കേസുകൾ ട്രംപ് സർക്കാർ ഫയൽ ചെയ്തതായും CNN റിപ്പോർട്ട് ചെയ്യുന്നു. പഴയ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ നടപടി എത്രത്തോളം കടുത്തതാണ് നമുക്ക് നോക്കാം. പഴയ കണക്കുകൾ പരിശോധിച്ചാൽ നിലവിലെ നടപടിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും. CBS ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 1990-നും 2017-നും ഇടയിലുള്ള കാലയളവിൽ അമേരിക്കൻ സർക്കാർ പ്രതിവർഷം ശരാശരി 11 പൗരത്വ റദ്ദാക്കൽ കേസുകൾ മാത്രമാണ് ഫയൽ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് കുടിയേറ്റ സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുന്ന TRAC ജൂൺ 17-ന് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം 2026 മെയ് ജൂൺ മാസങ്ങളിൽ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രതിമാസം ശരാശരി ഒരു കേസ് പോലും ഫയൽ ചെയ്യാതിരുന്ന സ്ഥാനത്ത് 2026 മെയ് മാസത്തിൽ മാത്രം കുറഞ്ഞത് 15 കേസുകളും ജൂൺ ആദ്യ പകുതിയിൽ തന്നെ 18 കേസുകളും ഫയൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. 2026 മെയ് 1 മുതൽ ജൂൺ 12 വരെയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രം 28 സിവിൽ കേസുകളാണ് ഫയൽ ചെയ്തത്. ഏതൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് പൗരത്വം റദ്ദാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു വ്യക്തി തന്റെ പൗരത്വ അപേക്ഷാ സമയത്തോ ഇന്റർവ്യൂവിലോ ഏതെങ്കിലും വസ്തുക്കൾ മനഃപൂർവ്വം മറച്ചുവെക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം പൗരത്വം റദ്ദാക്കാവുന്നതാണ്. TRAC പറയുന്ന വിവരം അനുസരിച്ച് മെയ് 1 മുതൽ ജൂൺ 12 വരെ ഫയൽ ചെയ്ത 28 കേസുകളിൽ ഏറ്റവും കൂടുതൽ വ്യാജ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇമിഗ്രേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ചരിത്രപരമായും ഈ തട്ടിപ്പ് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. മറ്റു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളെ ദുരുപയോഗം ചെയ്യൽ, പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായി പീഡിപ്പിക്കൽ, മയക്കുമരുന്ന് വിതരണം, ഭീകരവാദം, വയർ ഫ്രോഡ്, സെക്യൂരിറ്റി ഫ്രോഡ്, പണം വെളുപ്പിക്കൽ, പ്രായപൂർത്തിയാകാത്തവരെ നിയമപരമായി പീഡിപ്പിക്കുന്നത്, ഹെൽത്ത് കെയർ തട്ടിപ്പ്, ഇമിഗ്രേഷൻ തട്ടിപ്പ്, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, കൊലപാതകങ്ങൾ, മോശം പെരുമാറ്റം, വിവാഹ തട്ടിപ്പ്, ചാരവൃത്തി, ആയുധക്കടത്ത് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാൻഷെ വ്യക്തമാക്കിയത് കടുത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കോ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കോ അമേരിക്കൻ പൗരത്വം നൽകാൻ പാടില്ലായിരുന്നു എന്നതാണ്. തെറ്റായ വിവരങ്ങൾ നൽകിയവർ നിയമത്തിന്റെ പരമാവധി ശിക്ഷ നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ പൗരത്വ വേട്ടയാടലിൽ ഇന്ത്യൻ വംശജരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു.
നിലവിൽ 2 പ്രധാന ഇന്ത്യൻ വംശജരുടെ കേസുകളാണ് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. 62 വയസ്സുകാരനായ ഡബേഷ് ഘോഷ് എന്ന ഇന്ത്യൻ വംശജനാണ് ഇതിലൊരാൾ. എയർക്രാഫ്റ്റ് മെയിന്റനൻസ് സൗകര്യം നിർമ്മിക്കാനെന്ന വ്യാജേനെ നിക്ഷേപകരിൽ നിന്ന് $2.5 മില്യൺ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തി എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റകൃത്യം. അമേരിക്കൻ പൗരത്വം ലഭിച്ച ശേഷവും ഇയാൾ ഈ തട്ടിപ്പ് തുടർന്നു. എന്നാൽ 2012 പൗരത്വത്തിനായി അപേക്ഷിച്ചപ്പോഴും ഇന്റർവ്യൂവിലും താൻ അറസ്റ്റിലാകാൻ സാധ്യതയുള്ള യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണ് ഇയാൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത്. 1991 മുതൽ പലതവണ നോൺ ഇമിഗ്രന്റ് വിസകളിൽ US സന്ദർശിച്ച ഇയാൾക്ക് 2001 അന്നത്തെ INS I-140 പെറ്റീഷൻ അംഗീകരിച്ചു നൽകിയിരുന്നു. എന്നാൽ 2017 ഒക്ടോബറിൽ ഇയാൾ വയർഫോർഡ് ഗൂഢാലോചനയ്ക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. മറ്റൊരു കേസ് ഗുർമിത് സിംഗ് എന്ന ഇന്ത്യൻ വംശജന്റേതാണ്. 2026 ഫെബ്രുവരിയിലാണ് ഇയാൾക്കെതിരെ പൗരത്വം റദ്ദാക്കാനുള്ള കേസ് ഫയൽ ചെയ്തത്. തന്റെ ടാക്സിയിലെ യാത്രക്കാരിയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച വിവരം ഇയാൾ പൗരത്വ അപേക്ഷയിൽ മറച്ചുവെച്ചു. 2011 പൗരത്വം നേടിയ ശേഷമാണ് ഇയാൾ 1ാം ഡിഗ്രി ബലാത്സംഗത്തിനും 2ാം ഡിഗ്രി തട്ടിക്കൊണ്ടുപോകലിനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 20 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ ഒരാളുടെ പൗരത്വം റദ്ദാക്കുക എന്നത് വളരെ നീണ്ടതും കഠിനവുമായ ഒരു നടപടിയാണ്. ആരോപണ വിധേയരായ ആളുകൾക്ക് കോടതിയിൽ തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളെ ചോദ്യം ചെയ്യാനും വാദിക്കാനും അവകാശമുണ്ട്. എന്നാൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങളും അമേരിക്കൻ പൗരത്വവും പൂർണ്ണമായും നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ അവരെ സ്വന്തം മാതൃരാജ്യത്തേക്ക് നാടുകടത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പണ്ട് ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ പിടിക്കപ്പെടില്ല എന്ന് ആരും കരുതേണ്ടതില്ല. ട്രംപ് ഭരണകൂടം വളരെ കർശനമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.